കേരള തീരത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് നിരോധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 44 മീനുകളുടെ കുറഞ്ഞ വലിപ്പം നിശ്ചയിച്ചതായും കേരള സർക്കാരിന്റെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. മത്സ്യത്തിന്റെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുന്നതിനാണ് പുതിയ വിജ്ഞാപനമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന വിജ്ഞാപനത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്തു. മത്സ്യത്തീറ്റയ്ക്കും വളത്തിനുമായി മറ്റു സംസ്ഥാനങ്ങളിലെ ഫാക്ടറികൾക്കു വേണ്ടി മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് തടയുന്നതിനാണ് വിജ്ഞാപനം. 1980 കേന്ദ്ര സമുദ്ര മത്സ്യ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരമാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മത്സ്യസമ്പത്തിന്റെ സുസ്ഥിര സംരക്ഷണത്തിനും മത്സ്യസമ്പത്തിനെ ആശ്രയിച്ചു കഴിയുന്നവരുടെയും താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് പുതിയ ഉത്തരവെന്നും ഇതിൽ പറയുന്നു. 44 ഇനം മത്സ്യങ്ങളുടെ കുറഞ്ഞ വലിപ്പവും നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹം ചെറുചാളയോ ചെറുഅയലയോ പിടിക്കുന്നില്ല എന്ന തീരുമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ഒരു സമഗ്രമായ ഒരു പരിപാലന നിയമമാണിത്. ഇത് ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴശിക്ഷ 5000 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ പിഴശിക്ഷ വിധിക്കുന്ന നിയമനിർമ്മാണവും നടത്തപ്പെടാൻ പോവുകയാണ്. മത്സ്യമേഖലയുടെ സുസ്ഥിര പരിപാലനം ലക്ഷ്യമിട്ട് അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും മിനിമം ലീഗൽ സെസ് എന്നറിയപ്പെടുന്ന സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു നടപടി. കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ആവശ്യം ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളികൾ തീരദേശ പണിമുടക്ക് നടത്തിയിരുന്നു. ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി.